അമ്മ എവിടെ? അടുക്കളയിലുണ്ട്. ഇതെന്താ ഒരു സീൻ? അമ്മായിയമ്മ പാചകം ചെയ്യുന്നു, മരുമകള് മാസിക വായിക്കുന്നു. കാലം മാറിയ സത്യം എന്താ നമ്മുടെ വനിതാ വിമോചന പ്രസ്ഥാനക്കാരി മനസ്സിലാക്കാത്ത? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കോമളത്തെ കൊണ്ട് അടുക്കള ജോലി മുഴുവൻ ചെയ്യിപ്പിച്ചിട്ട് ഞാനിരുന്ന് പുസ്തകം വായിക്കണോ? അമ്മ തീർത്ഥയാത്ര കഴിഞ്ഞു വരുന്ന രാത്രിയിലെങ്കിലും അമ്മയ്ക്ക് അവളെ കൊണ്ട് കാല് തിരുമിച്ചൂടെ? കുഴമ്പ് ഞാൻ വാങ്ങിച്ചരാം. അതിന് എന്റെ കാല് വേദനിക്കണ്ടേ? ദൈവകൃപയാൽ എനിക്ക് വാദവും ബ്ലഡ് പ്രഷറും ഒന്നുമില്ല. എന്റെ ചക്കര അമ്മ. ഭർത്താവിന് ഭാര്യയോട് അസൂയ. ഈ പുരുഷവർഗം എങ്ങനെ നന്നാവും? എങ്ങനെ? വരുന്ന വഴിക്ക് ഞാൻ അനിരുദ്ധൻ ചിറ്റപ്പനെ കണ്ടു. ഇന്ന് രസകരമായൊരു സംഭവം നടന്നു. സൂപ്പർ മാർക്കറ്റിൽ അമ്മായിയമ്മയും മരുമകളും കണ്ടുമുട്ടി. ആര്? സരോജ കുഞ്ഞമ്മയും പ്രഭയോ? അതെ, സരോജ കുഞ്ഞമ്മ തനിച്ച് ഇപ്പുറത്ത്, അനിരുദ്ധൻ ചിറ്റപ്പനും പ്രഭയും പ്രാർത്ഥന മോളും അപ്പുറത്ത്. മധ്യത്തിൽ പാമോയില്, സോപ്പ്, നൂഡിൽസ് തുടങ്ങിയ സാധനങ്ങൾ. കുഞ്ഞിനെ കാണാൻ വേണ്ടി സരോജ കുഞ്ഞമ്മ ഈ ഹൈ ഹീലിൽ നിന്ന് എത്തിക്കുത്തി പൊങ്ങി നോക്കുന്നത് ചിറ്റപ്പൻ അഭിനയിച്ച് കാണിച്ചു. ഓ, സൂപ്പറായിരുന്നു. പക്ഷേ ചിറ്റപ്പൻ കുഞ്ഞമ്മ അങ്ങ് ഒതുക്കിക്കളഞ്ഞു. എങ്ങനെ? പ്രഭയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ ചിറ്റപ്പനിങ്ങ് വാങ്ങിയിട്ട് കുഞ്ഞമ്മയ്ക്ക് കാണാത്ത തരത്തിലൊക്കെ പിടിച്ചു. കഷ്ടമായി പോയി. കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. എത്ര ദുഷ്ടയായ സ്ത്രീക്കും മകന്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നും. മായയുടെ വലിപ്പം. എൻ്റെ അമ്മേ, എൻ്റെ ഭാര്യയുടെ കുഞ്ഞമ്മയായ സരോജത്തിന് മായയുമില്ല, വാത്സല്യവുമില്ല, രക്തബന്ധവുമില്ല. അവർ പ്രഭയുടെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഒരേ ഒരു കാരണം കൊണ്ടാ. കുഞ്ഞിന് എൻ്റെ ഛായയാണോ പ്രസാദിന്റെ ഛായയാണോ എന്ന് അറിയണം. ശരി, പ്രസാദിന്റെ ഛായയാണെന്ന് വ്യക്തമായാൽ കുഞ്ഞമ്മ പ്രഭയും കുഞ്ഞിനെയും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചോണ്ട് പോവോ? അവര് വന്ന് വിളിച്ചാൽ ഇനി പ്രഭ പോവില്ലല്ലോ. അവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഏതെല്ലാം തരത്തിൽ പ്രസാദ് അവളെ വേദനിപ്പിച്ചു, അതൊക്കെ പ്രഭയ്ക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയൂ? ഏതെല്ലാം വിധത്തിൽ ഞാൻ സുനിലിനെ വേദനിപ്പിച്ചു, അതെല്ലാം സുനിൽ മറന്നില്ലേ? അതൊക്കെ നീ ഓർക്കുന്നുണ്ടല്ലോ. മറക്കണം. മനസ്സിൽ പക കൊണ്ട് നടക്കുന്നോണ്ട് എന്തു പ്രയോജനം? പകയും അസൂയയും ഒരാളെ സ്വയം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എന്നെങ്കിലും പ്രസാദും പ്രഭയും വീണ്ടും പരസ്പരം മാപ്പ് നൽകി ഒന്നായി തീരണം. അങ്ങനെ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നു. ആ ശരി മോളെ. ലക്ഷ്മി, ലക്ഷ്മി, മുറിയെല്ലാം വൃത്തിയാക്കിയിട്ട് നീ പോകാവൂ. അച്ഛൻ കുളിക്കുന്ന നേരം പ്രത്യേകം കുഞ്ഞിനെ ശ്രദ്ധിച്ചോണം. ശരി ചേച്ചി. എന്ത് ശരി? ഇന്നലെ നീ ബെഡ്റൂമിൽ കയറിയിട്ടേ ഇല്ല. രാത്രിയിൽ ഞാൻ നോക്കുമ്പോ കട്ടിനടിയിൽ വലിയൊരു ചെലന്തി. അത് കുഞ്ഞുറങ്ങുന്ന സമയത്ത് തൊട്ടിലേ കയറിയിരുന്നെങ്കിലോ? ഇന്നലെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ചേച്ചി, അതുകൊണ്ടാ നേരത്തെ പോയത്. വാവോ, അപ്പൂപ്പന്റെ സുന്ദരി കുട്ടി ഉറങ്ങിക്കോ. ആ വാവോ ആരിരാരോ. എന്താ പെണ്ണെ, പാത്രോ കുപ്പിയോ മറ്റോ പൊട്ടിയോ? അതോ നീ വല്ല ലക്ഷ്യ പ്രായത്തെയോ കണ്ടോ? ഇവിടുത്തെ അടുക്കള ലക്ഷ്യം എങ്ങനെ വരാനാ? അയ്യോ, ഇവിടെ ഒരാള്. ആളാ? അതാര്? എടി, വെറും ഒരാളല്ല, ഞാൻ ഈ കുടുംബത്തിലെ ഒരടുത്ത ബന്ധുവാ. നിങ്ങൾ എന്താ കോളിംഗ് ബെല്ല് അടിക്കാതെ നേരെ അടുക്കള കയറി വന്ന് മനുഷ്യനെ പേടിപ്പിക്കുന്നത്? എടി കൊച്ചേ, കോളിംഗ് ബെല്ല് എന്ന സാധനം അന്യർക്ക് വേണ്ടിയുള്ളതാ, ബന്ധുക്കൾക്ക് വേണ്ടിയുള്ളതല്ല.
ഈ കൊച്ചിവിടെ പുറം ജോലി ചെയ്യുന്നോളാ. അന്യരാര് ബന്ധുക്കൾ ആരെന്നറിയാൻ മാത്രമുള്ള സർവീസ് ആയിട്ടില്ല. വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ലക്ഷ്മി, നീ ഇപ്പൊ മുറ്റം തൂക്ക്. അല്ല, എന്നെ അനിരുദ്ധന് മനസ്സിലായില്ലേ? സുകുമാരന്റെ ഭാര്യ നളിനിയുടെ അമ്മ. കൊള്ളാം. രാജമ്മ ചേച്ചി എനിക്കറിഞ്ഞൂടെ? അളിയൻ സുകുമാരന്റെ കല്യാണത്തിന്റെ അന്ന് ഉദയന്നൂർ ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ രണ്ടുപേരും നന്നായിട്ട് വിലസിയതല്ലേ? രാജമ്മ ചേച്ചി എന്റെ ഭാര്യയുടെയും മകന്റെയും സൗന്ദര്യത്തെയും കഴിവിനെയും പുകഴ്ത്തി എന്നെ ഞെട്ടിച്ചു കളഞ്ഞില്ലേ? എന്റെ ഭാര്യയെപ്പറ്റി ഒരു കഥാപ്രസംഗം നടത്തുമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ഭയപ്പെടുത്തി. അല്ല, അതെ, അന്ന് ഞാൻ സരോജത്തെ പുകഴ്ത്തി, അത് ശരിയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽ ഞാൻ അനിരുദ്ധന്റെ പക്ഷത്താണ്. അതെ, ഇപ്പൊ ഞാൻ എവിടെയാ താമസിക്കുന്നതെന്ന് അനിരുദ്ധൻ അറിയാമോ? ഇല്ല. എനിക്കിപ്പോൾ 2 ബന്ധുക്കളേ ഉള്ളൂ. ഒന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ്, 2 കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ എൻ്റെ മോളെ പ്രഭ, ഈ കുഞ്ഞിൻ്റെ അമ്മ. വേറെ ബന്ധുക്കളെ കുറിച്ചൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. മോക്ക് വിശക്കണാടാ. അതെ, ഈ പൊന്നും കൊടുത്തിന് എന്റെ കയ്യിലൊന്ന് തന്നേ. ഈ വല്യമ്മൂമ്മ ഇവളെ ഒന്ന് എടുത്തോട്ടെ. അയ്യോ വേണ്ട, പരിചയമില്ലാത്തവരെടുത്താ മോള് കരയും. അയ്യോ സാരല്ല, ഏത് പ്രായത്തിലുള്ള കൊച്ചുങ്ങളെയും വശത്താക്കാനുള്ള വിദ്യകളൊക്കെ എനിക്കറിയാം. ഒരു വിദ്യയും ഇങ്ങോട്ട് ഏശത്തില്ല ചേച്ചി. അല്ല, പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ രാജമ്മ ചേച്ചി ഇവിടെ വരാൻ എന്താ കാരണം? കാരണമുണ്ട്. എന്ത്? അനിരുദ്ധനോടും പ്രഭയോടുമുള്ള സഹതാപം. എത്ര മോശമായിട്ടാണ് സരോജും പ്രസാദും അനിരുദ്ധനെ കുറിച്ച് സംസാരിക്കുന്നത്. ഭർത്താവ് എത്ര മോശക്കാരനായാലും ഭാര്യ അയാളെ സാമദ്രോഹി, നായേ എന്നൊക്കെ വിളിക്കാമോ? പാടില്ല. അച്ഛൻ പണമില്ലാത്തവനാണെന്ന് കരുതി മകൻ അയാളെ റൗഡികളെ കൊണ്ട് തല്ലിക്കാമോ? എല്ലാം പോട്ടെ, പ്രഭ പ്രസവിച്ച ഈ കുഞ്ഞിന്റെ മുഖമൊന്ന് കാണാതെ കുട്ടി എന്റേതല്ല എന്ന് പ്രസാദ് പറയുന്നത് ശരിയാണോ? സരോജത്തിനോടും പ്രസാദിനോടും വായിൽ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. കേട്ടോ അനിരുദ്ധ, നമ്മൾ 2 പേരും ഒരേ സ്വഭാവക്കാരാ. മനസ്സിൽ തോന്നുന്നത് മുഖം നോക്കാതെ അങ്ങ് പറയും. ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവും. ഞാൻ ജീവിക്കുന്നത് മരുമകളുടെ ചെലവില്ല. ചേച്ചി സരോജത്തിൻ്റെയും പ്രസാദിൻ്റെയും കൂടെ നിൽക്കുന്നതാ എനിക്കിഷ്ടം. പിന്നെ വഴക്കിൻ്റെ കാര്യം, എനിക്ക് സരോജത്തിൻ്റെ അടുത്ത് ഒരു ദേഷ്യവും. ഞാൻ അവൾക്കെതിരെ കുടുംബ കോടതി കേസും കൊടുത്തിട്ടില്ല. 50 ലക്ഷം രൂപ കൊടുത്തു വാങ്ങി ആ വലിയ വീട്ടിൽ താമസിക്കാനാ സരോജത്തിന് ഇഷ്ടം. അതുകൊണ്ട് അവൾ അവിടെ താമസിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ ഇതിൻ്റെ തള്ളേരെയും കൂടെ താമസിക്കുന്നതാ എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ചെറിയ വാടക കെട്ടി താമസിക്കുന്നു. ചേച്ചി പോയിട്ട് പ്രഭ ഇവിടെ ഉള്ള ഒരു ദിവസം വന്നാട്ടെ. എനിക്ക് കുഞ്ഞിനെ ഉറക്കിയിട്ട് വേണം ഒന്ന് കുളിക്കാൻ. അല്ല, അനിരുദ്ധം കുളിച്ചോളൂ, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് പോവാൻ ഒരു ധൃതിയില്ല. എനിക്കല്പം ധൃതിയുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാട്ടെ. എനിക്ക് വാതിലടച്ച് കുറ്റിയിടണം. ഇറങ്ങിയാട്ടെ. അല്ല അല്ല, അത് പിന്നെ ഒരു പിന്നെയും ഇല്ല. ഞാനൊന്ന് എടുത്തതിന്റെ കുഴപ്പം. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അതല്ല, പ്രഭ ഉള്ളപ്പോ കേൾക്കാം. മോളെ, ഒരുപാട് പണിയുണ്ട് അല്ലേ? കഷ്ടം. വേറെ പണിക്കാരും ഇല്ലേ? ഇല്ല. ഇതാ, ഇത് മോളെടുത്തോ. ഈ അമ്മൂമ്മ മോളെ പേടിപ്പിച്ചില്ലേ? ധൈര്യമായിട്ട് എടുത്തോ. ചേച്ചി അറിഞ്ഞ വഴക്ക് പറയും. പ്രഭയോട് അനിരുദ്ധനോട് ഞാൻ പറഞ്ഞാലല്ലേ. ഇതാ, മോള് വാങ്ങി. അതെ, ഞാൻ പ്രഭയുടെ ഭർത്താവിന്റെ അമ്മായിയുടെ അമ്മയാ. പക്ഷേ യജമാനത്തി, വേലക്കാരി എന്നിങ്ങനെയുള്ള വ്യത്യാസം ഒന്നും എനിക്കില്ല. നല്ല കുട്ടി, മിടുക്കി കുട്ടി. മുഖം കണ്ടാലറിയാം ഏതോ നല്ല കുടുംബത്തിൽ പിറന്നതാണെന്ന്. വിധി വല്ലവരുടെ അടുക്കള പണി ചെയ്ത് ജീവിക്കുക. വരട്ടെ.
സരോജം വിഷമിക്കാതെ. ഏതെങ്കിലും വിധത്തിൽ ഏറ്റ സംഗതി ഞാൻ നടത്തിയിരിക്കും. എങ്ങനെ? കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും അങ്ങനെ ചേച്ചി അനുവദിച്ചില്ലെന്നല്ലേ പറഞ്ഞത്? ആ സ്ഥിതിക്ക് ചേച്ചി എങ്ങനെ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരും? ഞാൻ ആ വീടിനകത്ത് ചെന്ന് കുഞ്ഞിനെ കാണുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതിൽ പര നാണക്കേടുണ്ടോ? അങ്ങനെ എന്തൊക്കെ എന്നോട് പറയും? ഞാൻ അതൊക്കെ കേൾക്കണ്ടേ? സരോജ് സമാധാനായിട്ടിരിക്കേ. ആ ജോലിക്കാരി പെണ്ണ് വഴി ഞാൻ അത് നടത്തും. മടങ്ങുന്ന വഴി വീടിന്റെ പിൻവശത്ത് മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന പെണ്ണിന് വെറുതെയാണോ ഞാൻ 50 രൂപയുടെ നോട്ടെടുത്ത് കൊടുത്തത്? ഞാൻ എരിട്ട് നോക്കിയതല്ലേ, കൊത്തുവോന്നറിയാം. അടുത്ത പ്രാവശ്യം അല്പം കൂടി വലിയ എരിട്ട് കൊടുക്കും, കൊത്തും. കൊത്തിക്കഴിഞ്ഞാൽ മീൻ ചൂണ്ടയിൽ കുടുങ്ങുകയും ചെയ്യും. ചേച്ചി ഇപ്പൊ എന്റെ വീട്ടിലുണ്ടെന്ന് പ്രസാദിന്റെ അച്ഛന് മനസ്സിലായി കാണും. അതുകൊണ്ടാ കുഞ്ഞിനെ കൈ തരാഞ്ഞത്. ഇല്ല സരോജം, ഞാനിവിടെ ഉണ്ടെന്ന കാര്യം അനിരുദ്ധൻ അറിഞ്ഞൂടാ. അതറിയാൻ ഉപായത്തിൽ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഞാനിപ്പോ എവിടെയാ താമസമെന്ന് അനിരുദ്ധൻ അറിയാമോന്ന്. അപ്പൊ പറഞ്ഞ മറുപടി എന്താണെന്നോ? എന്താ പറഞ്ഞത്? എനിക്കിപ്പോ 2 ബന്ധുക്കളേ ഉള്ളൂ. ഒന്ന് ഈ കുഞ്ഞ്, 2 ഇതിന്റെ തള്ള എന്റെ മോള് പ്രഭ. വേറൊരു ബന്ധുവിനെയും കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ലെന്ന്. ഭാര്യയുടെ കാര്യം പോട്ടെ, സ്വന്തം മോനെ പോലും അങ്ങേര് എഴുതി തള്ളിന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങേര് ആരെ വേണമെങ്കിലും കൊള്ളുവോ തള്ളുവോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതി. അവൾക്ക് പ്രസാദിന്റെ ചായ ഉണ്ടെങ്കിൽ അത് എന്റെ ചായ ആയിരിക്കും. എന്നെ പോലിരിക്കുന്ന എന്റെ കൊച്ചുമോള് ദാ കണ്ടില്ലേ, എന്റെ മേലാകെ കുളിര് കോരിയിടുന്നു. അല്ല, കുഞ്ഞിനെ ഞാൻ കണ്ടല്ലോ. അനിരുദ്ധന്റെ കയ്യിലായിരുന്നത് കൊണ്ടേ ഓരോന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ ഒത്തില്ല. പ്രസാദിന്റെ ഏതാണ്ടൊരു ചായ കൊച്ചിനുണ്ട്, പക്ഷെ നിറം തള്ളയുടെ. പ്രസാദിന്റെ സ്വർണ്ണ നിറമൊന്നും അതിന് കിട്ടിയിട്ടില്ല. കൊച്ചു കറുത്താണോ? കറുപ്പെന്നും പറഞ്ഞൂടാ, വെളുപ്പെന്നും പറഞ്ഞൂടാ, ഒരു മാ നിറം. അതെ, അനിരുദ്ധന്റെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. പ്രഭ ഓഫീസിൽ പോയി കഴിഞ്ഞ് കുഞ്ഞിനെ ഉറക്കിയ ശേഷം അനിരുദ്ധൻ കുളിക്കാൻ കയറൂ. കുളിക്കാൻ എന്തായാലും ഒരു 10 മിനിറ്റെങ്കിലും എടുക്കാതിരിക്കുവോ? 10 മിനിറ്റ് ഒന്നും പോരാ. എത്ര വെള്ളം ഒഴിച്ചാലും അഴുക്ക് പോവാത്ത ശരീരല്ലേ? അല്ല, അങ്ങനെ അങ്ങേരുടെ ധാരണ. ദേ, 1നും 2നും കുളിക്കും എല്ലാം കൂടി 1/2 മണിക്കൂർ, അല്ലല്ല 3/4 മണിക്കൂറെങ്കിലും എടുക്കും. കുളിമുറി കയറിയിട്ട് ഇറങ്ങാതിരിക്കുമ്പോ എനിക്ക് ദേഷ്യം വരും. ഞാൻ ചോദിക്കും, എന്താ നിങ്ങൾ കുളിമുറിയിൽ അങ്ങ് താമസമാക്കിയോന്ന്. ചിലപ്പം വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കത്തില്ല. അപ്പം ഞാൻ ചോദിക്കും, എന്താ നിങ്ങൾ കുളിമുറി വീണ് ചത്തോന്ന്. സംഗതി അങ്ങനെയാണെങ്കിൽ കാര്യം നിസ്സാരം. കാറ് വീടിനടുത്ത് എവിടെയെങ്കിലും നിർത്തിയിട്ട് സരോജം കാറിനകത്തിരിക്കണം. ഞാൻ വീടിനകത്ത് കയറി വേലക്കാരി പെണ്ണിന് 100 രൂപ കൊടുത്ത് മയക്കി കുഞ്ഞിനെ എടുത്ത് കാറിലിരിക്കുന്ന സരോജത്തിന്റെ കയ്യിൽ തരും. കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും പ്രസാദിന്റെ അവയവങ്ങളുമായി ഒത്തുനോക്കാൻ 1/2 മണിക്കൂർ ധാരാളം പോരെ? മതി. ആ